ശാന്തിഗിരി ഫെസ്റ്റിൽ എത്തുന്നവരെ വിസ്മയിപ്പിക്കാൻ ഇനി മുതൽ റോബോട്ടിക് ഷോയും. റോബോട്ടിക് ഷോയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷാഫി IPS നിർവഹിച്ചു. മേള അവസാനിക്കുന്നതുവരെ കുട്ടികൾക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ശാന്തിഗിരിയിലെത്തുന്നവർക്ക് ഇനി മുതൽ റോബോട്ടിക് ഷോയും ആസ്വദിക്കാം. റോബോട്ടിക് ഷോയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷാഫി IPS നിർവഹിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുഹമ്മദ് ഷാഫി IPS SP ഓഫ് ഇക്കണോമിക് ഓഫൻസ് വിംഗ് എറണാകുളം റേഞ്ച് അദ്ദേഹം നമ്മുടെ റോബോട്ട് വേൾഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. പലയിനം റോബോട്ടുകളും 3D പ്രിന്റിംഗും ഉൾപ്പെടെ ഒരു പിടി കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹ്യൂമനോയിഡ് റോബോയും പിന്നെ ഈ പറഞ്ഞ റോബോട്ടിക് ഡോഗുകളും എയുടെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊണ്ട് അതിൻ്റെ എന്താണ് ഒരു 2-3 വർഷം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള അവർക്ക് കണ്ട് മനസ്സിലാക്കാനും അവർക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾ കണ്ട പോലെ കുഞ്ഞു റോബോട്ട്സിനെ ഇവിടെ നിന്ന് അസംബിൾ ചെയ്യാം, അവർക്ക് ഇവിടെ ഗെയിം പ്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3D പ്രിൻറ്റിംഗ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ അവർക്ക് തന്നെ ഒരു ചെറിയ ടോയ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ മികച്ച ഉദ്യമമെന്ന് മുഹമ്മദ് ഷാഫി IPS. റോബോട്ട് കൊള്ളാം. കാരണം തീർച്ചയായിട്ടും ഇനി ഉള്ള പുതിയ ബീറ്റ ജനറേഷൻ ഇന്നലെ തുടങ്ങി. ബീറ്റ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് AEയെയും അതുപോലെ തന്നെ ടെക്നോളജിയെയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു മാറ്റമാണ്. ആദ്യമായി റോബോട്ടുകളെ കണ്ട കുട്ടികളും ഹാപ്പി. നല്ല രസമുണ്ട്. ഇത് ഇഷ്ടമുണ്ട്. ഇത് എനിക്ക് വീക്കെ കൊണ്ടാണ് ഇത്. ഇതെന്താ ഈ കല്ലന്മാരൊന്ന് പിടിക്കും. അതേസമയം കുട്ടികൾക്കുണ്ടായിരുന്ന സൗജന്യ പ്രവേശനം മേള അവസാനിക്കുന്ന ജനുവരി 19 വരെ നീട്ടി. ഡിസംബർ 20 തുടക്കമായ മെഗാ ഫ്ലവർ ഷോയിൽ ഇതിനകം സന്ദർശകരുടെ വൻ തിരക്കാണ്. മഞ്ഞിൻ താഴ്വരയും അരയന്നങ്ങളുടെ വീടും പക്ഷി സങ്കേതവുമൊക്കെ കാണികളുടെ മനം കവരുന്ന കാഴ്ചകളായി മാറിക്കഴിഞ്ഞു. 24 തിരുവനന്തപുരം.